ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനാണ്. ഇന്ന് മേടം മാസം 1-ാം തീയതിയാണ്, വിഷുവാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്ത് തീർക്കാണ്ട്. വിഷുക്കണിയൊക്കെ വെച്ചിട്ടുള്ളൂ. വിഷുക്കണി വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. അധികാരം കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ കാണുമോ കാണില്ല എന്ന് അറിയാനല്ലല്ലോ. നമ്മൾ ചെയ്യാനുള്ള കർമ്മം നമ്മൾ ചെയ്തു പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയായിട്ടാണ് ഇത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു, എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളതാണ്. സ്ത്രീയായിട്ടുള്ള ജനിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതും പ്രേമിക്കുന്നവർ എല്ലാവരും പലരും പല രീതിയിലൊന്നും എടുക്കൊന്നും വേണ്ട. എന്നാലും ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അതായത് എനിക്ക് അവരോട് ഒരു അഡ്വൈസാണുള്ളത്. സ്ത്രീകളാണ്, പലരോടും പ്രേമം തോന്നാം, കുട്ടികളായിരിക്കുമ്പോൾ പ്രേമം തോന്നാം. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കാര്യങ്ങൾ വശ്യമാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് വശ്യം പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ പലരും അത് പറഞ്ഞ് മനസ്സിലാക്കി നിരുത്സാഹപ്പെടുത്താറാണ് പതിവ്. അപ്പോൾ അതിൻ്റെ ഗുണവശങ്ങളും അതിനോടനുബന്ധിച്ചുള്ളതും ഞാൻ പലരോടും പറയും. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതായത് നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അത് അപ്പോൾ പറയും ഞങ്ങൾ അവരായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ്, എനിക്കതില്ലാണ്ട് പറ്റില്ല. അപ്പം ഞാൻ അത് വിട്ട് കളയേ. അതായത് ഒരു തവണ അറിയാണ്ടൊരു ശരീരമായിട്ട് ബന്ധപ്പെട്ടു, അതൊക്കെ വിട്ട് കളയുക. അത് ഇനി വരുന്ന ആളോട് പറയാതിരിക്കുക, അത്രേ ഉള്ളൂ. അയ്യോ ഇനി ആരെങ്കിലൊക്കെ ആയിട്ട് അതൊക്കെ ഒരു അബദ്ധങ്ങളൊക്കെ, മനുഷ്യരല്ലേ, എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞു, അത് അവിടെ കഴിഞ്ഞു. ഒരു എക്സ്പീരിയൻസായി, ഒരാളെ പരിചയപ്പെട്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ പറയുള്ളൂ. അതിന് ഞാൻ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയണത്, അത് ഞാൻ ന്യായീകരിക്കാനല്ല പറയണത്, അത് നല്ലതാണെന്നല്ല ഞാൻ പറയണത്. അപ്പോൾ അത് കഴിഞ്ഞു. നിങ്ങൾ പറയാത്തോടത്തോളം കാലം അതൊരാൾക്കറിയില്ല. പറഞ്ഞാൽ എന്നോടുള്ള വിശ്വാസം തന്നെ മുള്ള എന്നോട് പറയുന്നതൊക്കെ. അല്ലാത്തവരോട് നിങ്ങൾ എന്തായാലും നിങ്ങളെ അല്ലാണ്ട് ഒരാൾക്കത് അറിയില്ല. പിന്നെ പലർക്കും ഉണ്ട്. ഇപ്പം ഞാൻ നാളൊരു പറഞ്ഞു ഞങ്ങൾ സെക്സുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. ഈ വക കാര്യങ്ങൾക്കുള്ളതല്ല സെക്സ് എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമുള്ളൊരു വസ്തു തന്നെയാണ്. അതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല. ആസ്വദിക്കുക, അതൊക്കെ ഒരു മനുഷ്യനാണ്. എല്ലാവർക്കും അതിൻ്റേതായ ഒരു വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ പേരിൽ അതൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഈ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നുള്ളതിനൊന്നും അത് ജെന്യൂനല്ല. ഇത് വീഡിയോ എടുക്കാനുള്ളതല്ലല്ലോ. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അവരൊക്കെ ആയിട്ടുണ്ടാവാം. അതൊക്കെ പല കാര്യങ്ങളുണ്ടാവാം. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞവരാവാം, കഴിയാത്തവരാവാം, വീട്ടമ്മയാവാം. പലർക്കും പല രീതിയിൽ ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. ആഗ്രഹ പൂർത്തീകരണത്തിനൊന്നും ഞാൻ കുറ്റം പറയാറില്ല ആരെയും. അത് തെറ്റാമെന്ന് ഞാൻ ഇതുവരെയായിട്ട് ആരോടും പറഞ്ഞില്ല. അത് ശരിയായതുകൊണ്ടല്ല ഞാൻ പറയാത്തത്. ചെയ്തു പോയി, ഇനി അതിനെക്കുറിച്ച് പരിതപിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ ആണുങ്ങൾക്കാവാന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്കും ആവാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ അതിലേക്കൊന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഏറ്റവും കൂടുതൽ വശ്യമാണ് എനിക്ക് വരുന്നത്. അതിലൊരു കാര്യം എനിക്ക് ഇവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ നിങ്ങൾ സെക്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു, അതൊക്കെ വിട്ട് കളയുക. അത് നിങ്ങൾ പറയാത്തോടത്തോളം ഒരാളറിയില്ല. അത് ഇനി വരുന്ന ഒരാൾ, അതായത് നിങ്ങളെ വിഭാഗം കഴിച്ച് വരുന്ന ഒരാളോട് യാതൊരു കാരണവശാലും നിങ്ങൾ സമ്മതിക്കരുത്. ഇനിയിപ്പോൾ ജസ്റ്റ് പറയാണ്, ഞാൻ അതും പറയാറുണ്ട്. സ്വാമി വീഡിയോ ഒക്കെ എടുത്തോട്ടെ, ഇനി അതിൻ്റെ പേരിൽ താങ്കൾ അവനെ വിട്ട് കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ആ കല്യാണം കഴിക്കുന്ന ആളോട് ഒരിക്കലും അത് പറയരുത്. ഇനി അവൻ അതിന് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വഴി വീഡിയോ തന്നെ അവൻ്റെ കയ്യിൽ, അതായത് നിങ്ങളെ കല്യാണം കഴിച്ചു വരുന്ന ഭർത്താവിനോട് കയ്യിലൊരു വീഡിയോ കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് നിങ്ങൾ സമ്മതിക്കാതിരിക്കുക.
അത് അവന് എന്നോടുള്ള ദേഷ്യം കൊണ്ട് അവൻ എവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്തായിരിക്കും, ഞാനല്ല. അത് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെ തന്നെ ആയാൽ പോലും നമ്മളല്ല എന്ന് നമ്മളാണ് പറയേണ്ടത്. നമ്മളാണെന്ന് നമ്മൾ പറയാത്തടത്തോളം കാലം നമ്മൾ സമ്മതിക്കുന്നില്ല. കോടതിയിലൊക്കെ കണ്ടിട്ടില്ലേ, കുറ്റം ചെയ്തിട്ട് ചെയ്തില്ല എന്നുള്ളതല്ല, തെളിയിക്കപ്പെടുന്നിടത്താണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ തെളിയിച്ചാലും നമ്മളല്ല എന്ന് പറഞ്ഞാൽ നമ്മളല്ല, അത് ഞാനല്ല. അപ്പോൾ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, അത്ര തന്നെയുള്ളൂ. പിന്നെ പറയാതിരിക്കുക, ഈ വക കാര്യങ്ങളൊന്നും പുതിയ പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, അത് ആദ്യം തൊട്ട് പറയണതാണ്. മറ്റേ യൂട്യൂബിലൊക്കെ പലരും അത് പറയും, വില എന്താ ഓരോ അത് പറയാണ്ട് അവസാനം കൊണ്ട് പറയും, വീഡിയോ മുഴുവൻ കാണാം. അതിന് വേണ്ടിയിട്ടല്ല ഞാൻ നീക്കി വെച്ചത്. 2-3 തവണ പറയാൻ വരുമ്പോഴേക്കും വേറൊരു വിഷയങ്ങളിലേക്ക് കടന്നു പോയതുകൊണ്ടാണ്. എനിക്ക് ഇവരോട് പറയാനുള്ള ആകെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ആരുമായിക്കോട്ടെ, എന്ത് ഇടപാടുകളും സെക്സ് പരമായിട്ട് എന്ത് ഇടപാടുകളും നിങ്ങൾ നടത്തിക്കോളൂ, അതൊന്നും വിരോധമില്ല. കല്യാണം കഴിക്കാൻ വരുന്ന വ്യക്തിയോട് ഞാൻ പറയണത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ന ആളെ കല്യാണം കഴിക്കണം. ഞാനിപ്പോൾ ഇന്ന ആളെയാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ആളെ പ്രേമിക്കുന്നത് എങ്കിൽ യാതൊരു കാരണവശാലും ഇനി എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ ഇനി കല്യാണം കഴിക്കില്ല എന്ന് പറയാം, എന്തൊക്കെ പ്രലോഭനം ഉണ്ടായാലും ആ കല്യാണം കഴിക്കണം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തിയോട് യാതൊരു കാരണവശാലും അവൻ്റെ ദേഹത്ത് തൊടിയിക്കരുത്. സെക്സായി ബന്ധപ്പെടണമെന്നല്ല പറയാം, ദേഹത്ത് തന്നെ തൊടിയിക്കരുത്. ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേരുടെ കാര്യങ്ങൾ കേട്ടിട്ട്, ഒരുപാട് പേരുടെ എന്താ പറയുക, അതൊന്നും പറഞ്ഞാലും തീരാത്ത അത്രയ്ക്കുണ്ട് എൻ്റെ അനുഭവം എന്ന് പറയണത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു പാഠമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ ഒരാളെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളെ പ്രേമിക്കുന്നുണ്ടോ, അത് കല്യാണം കഴിഞ്ഞതായിക്കോട്ടെ, കല്യാണം കഴിയാത്തതായിക്കോട്ടെ, ഇനി വയസ്സായിക്കോട്ടെ, 50 വയസ്സായിക്കോട്ടെ, 15 വയസ്സായിക്കോട്ടെ, 10 വയസ്സായിക്കോട്ടെ, ഏതോ ഒരാളെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ, 10 വയസ്സെന്ന് പറയുന്നത് അവരോട് സെക്സായിട്ട് ബന്ധപ്പെടാനല്ല പറയണത്. 10 വയസ്സുകാരി കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കാം, പ്രേമിക്കാം, അതൊന്നും വിരോധമില്ല. അവരവരുടേതായ പ്രായപൂർത്തിയായിട്ട് ചെയ്യാമെന്ന് മാത്രം. ഇനി 10 വയസ്സ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മിക്കട്ട തന്നെ കയറാൻ വരരുത്. അതുവരെയെങ്കിലും ആരും ദേഹത്ത് തൊടിയിക്കരുത്. ഞാൻ പ്രേമിക്കുന്നു, ഇന്നൊരാളെ പ്രേമിക്കുന്നു, ആ പ്രേമിക്കുന്ന വ്യക്തിനെ ദേഹത്തും തൊടുമ്പോഴേക്കും നമ്മളത് കൈവലിക്കണം. നമ്മൾ തൊടാൻ വന്നു കൈവലിക്കണം. ഇനിയിപ്പോൾ ഒരു കിസ്സ് പോലും കൊടുക്കരുത്. കിസ്സല്ല, ദേഹത്തന്നെ തൊടിയിക്കരുത് അവനെ. ഏത് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുള്ള അല്ലാത്തവരെ കൂടെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ, അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ വിരല് മറ വേണം, അതും ഞാൻ പറയാമല്ലോ. എന്നിട്ട് ഒരല് തന്നെ വിഴുങ്ങാണെങ്കിലും വിരല് മറ വേണം. അതൊക്കെ എല്ലാവർക്കും ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അത് നിങ്ങളുടേതായ രീതിയിൽ പലർക്കും പല ആഗ്രഹങ്ങളാണ്. ഇപ്പം ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് ജീവിക്കുന്നവർ എന്നോട് പറയുന്നുണ്ട്, ഇന്നതാണ് എനിക്ക് ആ കാമുകനുണ്ട്, ആ കാമുകനെ ഇപ്പം അവൻ മിണ്ടില്ല. അതെങ്ങനെയാണ് കാര്യം കഴിഞ്ഞാൽ? ഈ ആണുങ്ങളെ സംബന്ധിച്ച് ഞാൻ ആണുങ്ങളെ കുറ്റപ്പെടുത്തണമല്ല. അവർക്ക് 1, 2, 3 തവണ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനോട് മടുപ്പ് വന്ന് വേറൊരാളെ തേടും, അത്രേ ഉള്ളൂ. അത് സ്ത്രീകളും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണേ. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അപ്പോൾ ഒരു കാമുകനെ എന്ത് വാക്കൊന്നും കേട്ടിട്ട് പോവാതിരിക്കുക. ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചെറുപ്പം മുതൽ മംഗളം മനോരമ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീക്കിലികളുണ്ട്. ഇതിൽ മുഴുവൻ ഇങ്ങനത്തെ വീക്കിലികളാണ് വരിക. ഒരു അയലക്കത്ത് ഒരു പാട്ടുകാരൻ അന്നത്തെ കാലത്തിട്ടാ ഒരു കഥ എഴുതുന്ന ആൾ വന്ന് വീട്ടിൽ ഒരു വാടകയ്ക്ക് താമസിച്ചു. അയാൾക്ക് പാല് കൊണ്ടുകൊടുക്കാൻ പോയി, ആളെ ഗർഭിണിയാക്കി. വേറൊരാൾ പാട്ട് എഴുതാൻ വന്നു, അല്ലെങ്കിൽ മറ്റത് വന്നു, അല്ലെങ്കിൽ അവിടേക്ക് പണിക്ക് വന്നു, അല്ലെങ്കിൽ എഞ്ചിനീയർ പാലം പണിയാൻ വന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട്. എല്ലാത്തിലും പെണ്ണ് ഗർഭിണിയായി, അവളെ ഇട്ടിട്ട് പോയി. കരിമ്പ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട്. അതുമാത്രമല്ല, സിനിമകൾ മുഴുവൻ എങ്ങനെയാണ്, എല്ലാം ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയാൽ പോലും സ്ത്രീകൾ പഠിക്കില്ല. അതൊന്ന് ചിരിച്ച് രണ്ടാമത്തേന് തല ചായ്ക്കും, അവരുടെ മാറിടത്ത് തല ചായ്ക്കുന്ന രീതിയാണ്. ഇതൊക്കെ മാറ്റുക, അവരവരുടെ ലൈഫ് നിങ്ങൾ ഇതൊന്നും ഞാൻ പറയില്ല, സെക്സ് ചെയ്യരുത് മറ്റുള്ള കാര്യങ്ങളൊന്നും, അതൊന്നും ഞാൻ എൻ്റെ വിഷയമല്ല. അതൊന്നും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഇല്ല, നിരുത്സാഹപ്പെടുത്താനും ഇല്ല. അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. എന്ത് ചെയ്യണമെങ്കിലും വിരലുമാർ വേണം, ഇല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വശ്യത്തിനായിട്ട് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് പോകണതിൽ അർത്ഥമില്ലാന്ന്. കല്യാണം കഴിക്കണം എന്ന ആഗ്രഹമുണ്ടോ, അവനെ തൊടിക്കാതെ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് 100% വശ്യത്തിൻ്റെ ആവശ്യമില്ല. കല്യാണം കഴിക്കാം. ഒരു വശ്യത്തിനായിട്ട് 1 രൂപ പോലും ഒരാളുടെ അടുത്ത് ചിലവാക്കണ്ട. ഒരു തിരുമേനിയുടെ അടുത്ത്, ഒരു അമ്പലത്തിലോ ഒരു വഴിപാടും ചെയ്യേണ്ടെന്ന്. നിങ്ങൾ ഇഷ്ടപ്പെട്ടു, അവനും ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞു. യാതൊരു കാരണവശാൽ പോലും
കാലിൻ്റെ പെരുവിരലിൽ പോയിട്ട് പെട്ടൊരു എന്തെന്നാ പറയുക, കയ്യിൽ തൊടാൻ പോലും, കയ്യിൻ്റെ ഈ ഒരു വാച്ച് കെട്ടാൻ പോലും സമ്മതിക്കരുത്. വാച്ച് കെട്ടാനായിട്ട് വാച്ച് കെട്ടുക, അല്ലെങ്കിൽ ഒരു വളയിടാനോ മോതിരം ദേഹത്ത് തൊടിക്കാതിരുന്നാൽ നിങ്ങൾക്കൊരു വശ്യത്തിൻ്റെ ആവശ്യമില്ല. ഒരു വശ്യകർമ്മം വേണ്ടെന്ന്, അത് നിങ്ങളുടെ കൂടെയാണവൻ. അല്ല, നിങ്ങൾ ഒരു തവണയെങ്കിലും ഒരു തൊടിയിച്ചോ അവൻ നിങ്ങൾക്ക് കിട്ടണം നിർബന്ധമില്ല. അത് പിന്നെ വേറൊരാളുടെ അടുത്ത് പോയി അവരങ്ങോട്ട് പോയി എന്നിട്ട് തേച്ചു എന്നാ, തേപ്പ് എന്തൊക്കെയോ ഒരുപാട് ഭാഷകളൊക്കെ ഉണ്ട് ഇപ്പോൾ. അതൊന്നും പറയണതിൽ അർത്ഥമില്ല എന്ന്. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക. കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ള വ്യക്തിയോട് ഒരു കാരണവശാലും ദേഹത്ത് തൊടിയിക്കാതിരിക്കുക. ബാക്കിയുള്ളവരായിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോ, ആരും അറിയാതിരുന്നാൽ മതി. നിങ്ങൾ മാത്രമേ അറിയുള്ളൂ. അവൻ ഇനി ലോകം മുഴുവൻ പറഞ്ഞു നടന്നു എന്ന് വിചാരിച്ചത് നിങ്ങൾ പേടിക്കാനും നിൽക്കണ്ട. ഇനി അതും പറഞ്ഞുതരാം. ഇനി അയ്യോ അവനായിട്ട് ഞാൻ സെക്സിൽ ബന്ധപ്പെട്ടു, അവൻ ഇനി ലോകത്തുള്ള എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയണം, എൻ്റെ വീട്ടിൽ പറയാൻ ഇനി എന്നെ കെട്ടാൻ പറഞ്ഞവരോട് പറയും. ഇത് അവൻ പറഞ്ഞോട്ടെ, അപ്പം ആർക്കും എന്തും വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാമല്ലോ. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇവിടെ എന്നിട്ട് വലിയൊരു പ്രശ്നം ഇപ്പോൾ ഒരു അച്ഛനും മോളുടെയൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവരിപ്പോഴും പറയണില്ല അങ്ങനെ ഞങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന്. അവരില്ല എന്ന് പറയണോടത്തോളം കാലം കേസും കൂട്ടം കോടതിയൊക്കെ പിന്നീടാണെന്ന്. അതൊക്കെ അവർ തെളിയിക്കട്ടെ. അതുവരെ അതിൻ്റെ തലേദിവസം ആ സമയം വരെ അവർ എന്താ പറയുക, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, ഞങ്ങൾ നല്ലതാണ്. അപ്പം നമുക്കറിയോ അവർ ചെയ്തില്ല എന്നുള്ളത്? അത് കോടതിയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ സെക്സിൽ ഏർപ്പെട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കും അവനും മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. വീഡിയോ ഫോട്ടോസൊന്നും ഇല്ലാത്തോടത്തോളം. ഇനി വീഡിയോ ഉണ്ടെങ്കിലും വിരോധമില്ല എന്ന്. ഞാനല്ലത് ഇപ്പോൾ AI ഉണ്ട്, ഒരുപാട് ടെക്നോളജികളുണ്ട്. ആ ടെക്നോളജി പരമായിട്ട് ചെയ്തതാണ്. അത് അങ്ങനെ സമർത്ഥിച്ച് നിൽക്കുക എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംഭവമില്ല. അവൻ എന്നെ ഇഷ്ടപ്പെട്ടു അന്ന് ആ ദേഷ്യത്തിന്, എന്നോട് ഇപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ അങ്ങനെ വീഡിയോ പ്രചരിക്കും, മറ്റവരോട് പറയണം, അവ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കിയോട്ടെ, പൊക്കോട്ടെ. അവരാർക്ക് പിന്നെ ഒരാളെ കാണുമ്പോൾ തന്നെ ഓടിച്ചെന്ന് കാൽക്ക് വീഴാണ്ട് അത് കൃത്യമായിട്ട് നമ്മളെ പോറ്റാൻ കഴിവുണ്ടോ? ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുമോ? ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വക കാര്യങ്ങളൊക്കെ ഏർപ്പെടുക. ഇതെന്താ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറേ കാലമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു കാര്യമാണ്. അത് വീട്ടമ്മമാരുണ്ട്, ഇനി ആണുങ്ങളുണ്ട് കേട്ടോ. ആണുങ്ങളെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വശ്യത്തിന് വരുന്നുണ്ട്. അത് അങ്ങനെ കിട്ടിയില്ല, ഇങ്ങനെ കിട്ടിയില്ല, അവൾ എന്നെ പറ്റിച്ച് പോയി, അവളെ കുറേ കാശ് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഞാൻ ന്യായീകരിക്കാനതൊന്നല്ല ഞാൻ പറഞ്ഞത്. സ്ത്രീകൾക്കുള്ളൊരു എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പോംവഴി കേൾക്കുക. പിന്നെ ഞാൻ ഉപദേശിച്ചവരാരും നന്നായിട്ടില്ല. ഇത് ഞാൻ പലരോടും പറയാറുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് കേൾക്കാനോ അതനുസരിക്കാനോ തോന്നാറില്ല. ഇയാൾക്ക് വേറെ വേണമെന്നില്ല, ഇയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വാക്കുകൾ അവർ ശ്രദ്ധിക്കില്ല, കേൾക്കില്ല, അനുസരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉപദേശിക്കുന്ന ഒരാളും നന്നാവാറുമില്ല ഇന്നേ വരെ. അപ്പോൾ വാക്കുകൾ കേട്ടിട്ടുള്ളവർ നന്നായിട്ടുണ്ടാവാം, ഞാൻ കേട്ടതായിട്ട് എനിക്കൊരു അറിവില്ല. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒരു വശ്യകർമ്മമാണ് ഞാൻ ഇതുമൂലം ഒഴിവാക്കുന്നത്. അത് സാമ്പത്തികത്തിനേക്കാളും കൂടുതൽ എനിക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. വശ്യകർമ്മം ചെയ്യണോ എന്തിനാണ്? സ്വാമി സാധനങ്ങളുടെ കാശ് മാത്രമേ വേണ്ടോ എന്ന് പറയണം. അതും 10,000, 40,000, 50,000 ഒക്കെ വരും, 1,00,000 വരുന്ന കർമ്മങ്ങളാണ്. എന്നിട്ട് സാധനങ്ങളുടെ കാശ് മാത്രമേ വേണ്ടോ, സ്വാമിക്കൊന്നും വേണ്ടെന്ന്. സ്വാമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കാശ് വേണ്ട. കാശിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ആ പണിക്ക് പോയാൽ പോരെ. എല്ലാം ഉപേക്ഷിച്ച്, ഞാൻ കോടികളൊക്കെ കണ്ടതാ, എല്ലാം ഉപേക്ഷിച്ച് ഈ ഒരു ഇതിലേക്ക് വരേണ്ട, ആത്മീയതയിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നലെ വരെ ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഈ ഒരു ആത്മീയതയിലേക്ക് വന്നത്. എനിക്ക് കാശിന് വേണ്ടിയിട്ടല്ല. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം, നിങ്ങൾ ചോദിക്കുന്നതിനുള്ള ചോദ്യത്തിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഓരോ നിവേദ്യങ്ങൾ കൊടുക്കുമ്പോഴും സ്വാമിക്ക് അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമിയുടെ ചൈതന്യം വർദ്ധിക്കും. സ്വാമിയുടെ ചൈതന്യം വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് സ്വാമിയുടെ പേരും പ്രശസ്തിയും ലോകോത്തരമായി. ഇപ്പം തന്നെ ലോകത്ത് എല്ലാവരും അറിയാം. അമേരിക്ക, കാനഡ, എല്ലായിടത്തും ഉണ്ട്. കാനഡയിലൊക്കെ ഒരുപാട് പേരുണ്ട്. അതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുണ്ട്. എന്നാൽ എൻ്റെ അയൽവക്കത്ത് പോലും ഈ ലാലൂർ ദേവസ്ഥാനം അറിയാത്തവരുണ്ട് കേട്ടോ. പലരും ഓട്ടോറിക്ഷയിൽ വന്നിട്ട് അപ്പുറത്തെ വഴിയിൽ പോയി ചോദിച്ചു, ലാലൂർ ദേവസ്ഥാനം അതെന്താ സംഭവം, എവിടെയാണ്, എങ്ങനെയാണെന്ന് അവർ അങ്ങോട്ട് ചോദിച്ച ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയല്ല, ഇവിടേക്ക് പുറത്തേക്ക് ലാലൂർ ദേവസ്ഥാനം എല്ലായിടത്തേക്കും അറിയാം. അതാണ് എൻ്റെ നിശ്ചയം, എൻ്റെ ആവശ്യം. അതുപോലെ തന്നെ ചൈതന്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് എൻ്റെയും ചൈതന്യം വർദ്ധിക്കും.
ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഈ ഒരു മേഖലയിലേക്ക് വന്നത്. അപ്പം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവരുടെ അനുഗ്രഹം എനിക്കും ഉണ്ടാവട്ടെ. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം.